അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോയ്ക്കകത്ത് എനിക്കൊരു നെഗറ്റീവ് റിവ്യൂ വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, അങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം എന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ വരുന്നതെന്നുള്ളത്. നമ്മുടെ ബിസിനസ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളോട് സ്നേഹമുള്ളവരാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നപ്പോൾ ഞാനത് എന്ത് ചെയ്തത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലരുടെയൊക്കെ സംശയമാണ് നമ്മൾ പൈസ തിരിച്ചു കൊടുത്തോ എന്നുള്ളത്. നമ്മളിപ്പോൾ ബേക്കറിയിൽ പോയി ഒരു കേക്ക് വാങ്ങിയിട്ട് അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും അവിടെ ചെന്ന് പൈസ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അതിനിപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ എമൗണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ആയതാണല്ലോ ഇത് ചെയ്തതിന്. പിന്നെന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു കേക്കിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു എന്നല്ലാതെ അവരിത് കട്ട് ചെയ്യാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്കിത് കഴിക്കാതിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഇന്നത്തെ കേക്ക് ഡിസൈനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ എന്നത്തെ കൂട്ട് തന്നെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഈ കേക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു പോസിറ്റീവ് റിവ്യൂ കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ആന്റി കേക്ക് ഉള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു.